ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര നേരം പോലീസിന് അയാളെ കസ്റ്റഡിയിൽ വയ്ക്കാം? ശരാശരി മലയാളിക്ക് ഇതിന്റെ ഉത്തരം നന്നായി അറിയാം. 24 മണിക്കൂർ. 24 മണിക്കൂറിനുള്ളിൽ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നും അറിയാം. എന്നാൽ ഈ മണിക്കൂർ കണക്കിൽ പോലീസിനൊരു കള്ളക്കളിയുണ്ട്. ഈ തന്ത്രം വളരെ ഗൗരവത്തോടെ കണ്ട് ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ആ വിധി ഓരോ പൗരനും ഉറപ്പായും അറിഞ്ഞിരിക്കണം. കാണാം ന്യായവിധി. ഒരു കേസിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനകം അയാളെ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കണമെന്നാണ് നിയമം പറയുന്നത്. പക്ഷേ ഈ സമയത്തിൽ ചില കള്ളക്കളികൾ എപ്പോഴും നടന്നിരുന്നു. അതാണ് കേരള ഹൈക്കോടതി പൊളിച്ചടുക്കിയത്. ഓഗസ്റ്റ് 14 തീയതിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടും അറസ്റ്റുമായി ബന്ധപ്പെട്ടും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരു നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. സുപ്രധാന ഉത്തരവിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ജനുവരി 25 തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവുമായി ഒരു ഇതര സംസ്ഥാനക്കാരനെ പിടികൂടി. പിറ്റേ ദിവസം, അതായത് 26 തീയതി 2 മണിക്കാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അന്നേ ദിവസം 8 മണിക്ക് മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കുകയും ചെയ്തു. ഇത് നിയമലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതി ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രോസിക്യൂഷൻ പക്ഷേ പറഞ്ഞത് മറ്റൊരു വാദമാണ്. 25 തീയതി 7 മണിക്കാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതെന്നും 26 തീയതി 2 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും പറഞ്ഞു. പക്ഷേ കോടതി ഈ വാദം തള്ളുകയും കൃത്യമായി ഈ പ്രതിയെ ഹാജരാക്കാത്ത പശ്ചാത്തലത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ നിർണായകമായ നിരീക്ഷണം പുറത്തു വന്നത്. ഇരുപത്തിനാല് മണിക്കൂർ എന്ന പോലീസ് കസ്റ്റഡിയെ കോടതി നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്ന നിമിഷം മുതൽ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും നിഷേധിക്കപ്പെടുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അറസ്റ്റിന് സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് കസ്റ്റഡിയിലെടുക്കുന്ന നിമിഷം മുതലുള്ള 24 മണിക്കൂർ കണക്കാക്കി വേണം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കേണ്ടത്. അറസ്റ്റല്ല അവിടുത്തെ മാനദണ്ഡം. ഒപ്പം ഒരാളെയും 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശം പോലീസിനില്ല. അങ്ങനെ പ്രത്യേക സാഹചര്യമുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിനോട് അനുമതി തേടണം. ആ അനുമതിയില്ലാതെ കസ്റ്റഡിയിൽ വെക്കുന്നതെല്ലാം നിയമവിരുദ്ധമാണ്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇതര സംസ്ഥാനക്കാരന് കഞ്ചാവ് കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഈ വിഷയം നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി അമിക്കസ് ക്യൂറിയെ തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കും. അതിന്മേലായിരിക്കും തുടർ നടപടി ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.